തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വൈപ്പിനിൽ പാലിയേറ്റീവ് കെയർ ദിനാഘോഷവും റാലിയും സംഘടിപ്പിച്ചു. പള്ളിപ്പുറം ദയ പാലിയേറ്റീവ് കെയർ സെന്റർ, നവഭാരത് മെഡിക്കൽ സെന്റർ, ചാലാക്ക ശ്രീ നാരായണ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാഘോഷവും റാലിയും നടത്തി. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് പള്ളുരുത്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, പാലിയേറ്റീവ് കെയർ ദിനം ഈ പ്രാവശ്യത്തെ സന്ദേശം സാർവത്രിക പരിചരണം, പാലിയേറ്റീവ് പരിചരണം, അയൽപ്പക്ക കൂട്ടായ്മകളോടെ. നമ്മൾ പെട്ടെന്ന് അയൽപക്ക കൂട്ടായ്മകളോടെ നോക്കുമ്പോൾ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മ, നമ്മളിതിലെ വിവിധ സന്നദ്ധ സംഘടനകളെയും അതുപോലെയുള്ള സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, സഹകരിക്കാൻ കഴിയുന്ന എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇവിടെ അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത്, ഈ കാലഘട്ടം നമ്മളെ പ്രധാനമായി ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളെ പ്രധാനമായി ദയ പാലിയേറ്റീവ് രക്ഷാധികാരി ഡോക്ടർ വി കെ തമ്പി അധ്യക്ഷത വഹിച്ചു. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന സോമൻ്റെ വൈഫിനെ എനിക്കറിയാം. ഒരു പാലിയേറ്റീവ് ട്രെയിനിങ്ങും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ, അല്ലേ, അമ്മായി അച്ഛൻ്റെ കാലുകളിൽ ഡയബറ്റീസ് വന്നിട്ട് ഓരോ വിരലുകളും പൊഴിഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോഴും വീടുകളിൽ പോയി നമ്മളത് ചെയ്ത് അതെല്ലാം ഒരു നഴ്സിൻ്റെ ചാരുതയോടുകൂടി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എത്രയോ 10-30 വർഷങ്ങൾക്ക് മുൻപാണ്. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ ജയൻ, ദയ പാലിയേറ്റീവ് കെയർ ചെയർമാൻ ഡോക്ടർ ലത്തീഫ് പടിയത്ത്, ചാലാക്ക ശ്രീ നാരായണ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അലക്സാണ്ടർ ജോൺ, ദയ പ്രസിഡന്റ് നൌഷാദ് ഖാത്തോളി, വാർഡംഗങ്ങളായ പ്രശീല ബാബു, ശുഭമണി, ഡോക്ടർ അജു പോൾ, ഡോക്ടർ നീതു തമ്പി, ഡോക്ടർ അബ്ദുൽ കരീം, ദയ പാലിയേറ്റീവ് പ്രതിനിധികളായ ചൗവൻ ലായ്, റസീന നിഷാദ് എന്നിവർ സംസാരിച്ചു. നമ്മളുടെ ലൈഫ് നന്നായിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് അവർക്ക് തോന്നുക. അപ്പോൾ വോളണ്ടറി വർക്കിന് നിങ്ങൾ വരുന്നിട്ടുണ്ട്, വളരെ നല്ല കാര്യം. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടുതൽ ആൾക്കാരെ ഇനീഷ്യേറ്റ് ചെയ്യണം. അതിനൊരു നല്ല വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്കൂൾസ് തന്നെയാണ്. സ്കൂളിൽ നിന്ന് തന്നെ അതൊരു പാർട്ട് ഓഫ് ദ കരിക്കുലം, നമ്മുടെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഇത് കൂട്ടാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കോളേജ് സിസ്റ്റംസിലേക്കൊക്കെ പോകുമ്പോഴും അതിലും ഒരു ഭാഗം, ഇപ്പോൾ കുറേ സമയം നമ്മൾ വിചാരിക്കും ഓക്കെ കോളേജിലാകുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, നമുക്ക് സമയമില്ലാത്ത സമയമാണ്. അങ്ങനെയൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ജോലി എടുക്കാനും ജീവിതത്തിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് നമുക്ക് ശരിക്കും സമയമില്ലായ്മയുടെ ഒരു സിറ്റുവേഷൻ വരിക. അതിനു മുന്നേ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. അതിൽ നിന്ന് കുറച്ച് സമയം നമ്മൾ എടുത്തു മാറ്റി ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൽ കറങ്ങുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ പോകുന്നതോ ഫ്രണ്ട്സുമായിട്ട് ഇരുന്നതിനകത്തിരിക്കുന്നത് മാത്രമല്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് എൻജോയ്മെൻറ്റ് പതുക്കെ കണ്ടെത്താൻ പറ്റും. അത് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് തിരിയും. അപ്പം ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് വലിയൊരു പ്രോബ്ലം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ആൽക്കഹോൾ, ഡ്രഗ് യൂസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള റിക്രിയേഷണൽ ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് കടന്നു വരുന്നുണ്ട്. അതും ഒരു തരത്തിൽ എന്താ പറയുക, അവർക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യാൻ വേറെ വഴികളില്ലാത്തതുകൊണ്ടാണ്. ഈ സ്ഥലത്താണെങ്കിൽ നമുക്ക് ഈ ടൈമെല്ലാം ആവശ്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വീണ്ടും സംഘടിപ്പിച്ച തമ്പി സാറിനും ടീമിനും ദയായ്ക്കും ടീമിനും ഇവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വന്ന് അവരുടെ വീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ, അനുഭവങ്ങൾ പങ്കിടുമ്പോൾ ഇത് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സന്ദർഭമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടിട്ട് പോവുക മാത്രമല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തണം. അടുത്ത കൊല്ലം ഡോക്ടർമാർ അവരുടെ കൺസൾട്ടിംഗ് റൂമിലിരിക്കുമ്പോൾ ഒരുപാട് രോഗികൾ വരുന്നു, പരിശോധിക്കുന്നു, പണം കിട്ടുന്നു. പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഓരോ കുടുംബങ്ങളിലും നടക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ചടങ്ങിൽ സ്വാതന്ത്ര്യ പരിസരത്തിൽ സമൂഹത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രസംഗ ഉപന്യാസ മത്സരങ്ങളുടെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുനമ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണിയ ജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ ഇൻചാർജ് കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ.